Hello everyone, welcome back to Xylem, welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. നോക്കൂ, സെപ്റ്റംബർ 3-ാം തീയതിയാണ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 6 ചാപ്റ്ററുകളിൽ നിന്നായി ഒരുപാട് ഡിസ്കോഴ്സുകളും ഗ്രാമർ ടോപ്പിക്കുകളും പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പഠിക്കാനുണ്ട്. ഇത് മുഴുവൻ നിങ്ങളെ പഠിപ്പിച്ച് ഗംഭീരമായി നിങ്ങളെ തയ്യാറെടുപ്പിച്ച ഈ പരീക്ഷയ്ക്ക് A+ വാങ്ങിത്തരാൻ വേണ്ടി സെപ്റ്റംബർ 1-ാം തീയതിയും 2-ാം തീയതിയും സൈലത്തിൻ്റെ SSLC ചാനലിലൂടെ നമ്മൾ 2 മെഗാ മാരത്തൺ ലൈവ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ലൈവ്സിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉറപ്പായും A+ വാങ്ങാൻ വേണ്ടി ആ ലൈവിൽ നിങ്ങൾ പങ്കെടുക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ആ ലൈവിൻ്റെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. നോക്കൂ, ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഗ്രാമർ ടോപ്പിക്കുകളിൽ ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്, ഒരു ചോദ്യമാണ് ഇഫ് ക്ലോസ് അല്ലെങ്കിൽ കണ്ടീഷണൽ സെൻറ്റൻസ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് പഠിക്കാം. നിങ്ങൾ ആകെ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കണ്ടീഷണൽ സെൻറ്റൻസിൽ 2 പാർട്ടാണ് ഉണ്ടാവുക. ഒന്ന് ഇഫ് ക്ലോസും മറ്റൊന്ന് മെയിൻ ക്ലോസും. നോക്കൂ, ഇഫ് ഉൾപ്പെടുന്ന ഈ ക്ലോസിനെ നമുക്ക് ഇഫ് ക്ലോസ് എന്ന് വിളിക്കാം. ദെൻ ഇഫ് ഇല്ലാത്ത ഇൻഡിപെൻഡൻറ്റ് മീനിങ് ഉള്ള ഈ ക്ലോസിനെ നമുക്ക് എന്ത് വിളിക്കാം? മെയിൻ ക്ലോസ് എന്ന് വിളിക്കാം. മോസ്റ്റ് ഓഫ് ദ ടൈംസ് നിങ്ങൾക്ക് എക്സാമിന് ഈ ഇഫ് ക്ലോസ് തന്നിട്ടുണ്ടാവും. എന്ത് എഴുതാൻ വേണ്ടി പറയും? മെയിൻ ക്ലോസ് എഴുതാൻ വേണ്ടി പറയും. നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇഫ് ക്ലോസിലെ വേർബ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഏതാണ് ഇവിടെ വേർബ്? പ്രാക്ടീസ് ആണ്. സോ വേർബ് ഏതാണ് എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത പരിപാടി, ആ വേർബ് V1 ആണോ V2 ആണോ ഹാഡ് പ്ലസ് V3 ആണോ എന്ന് നോക്കുക. സിമ്പിൾ അല്ലേ? ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ ഓൾറെഡി എന്തുണ്ടാവും? ഹാഡ് അതിൻ്റെ കൂടെ ഉണ്ടാവും. സോ V1 ആണോ V2 ആണോ ഹാഡ് പ്ലസ് V3 ആണോ നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് മെയിൻ ക്ലോസ് എഴുതുക. ആ വേർബ് ഫോമാറ്റ് കറക്റ്റ് ആയാൽ അനുയോജ്യമായ ഏത് ഉത്തരത്തിലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ, ഇവിടെ V1 ആണ് നിങ്ങൾക്ക് ഇഫ് ക്ലോസിൽ തന്നതെങ്കിൽ മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1 ആണ് വേണ്ടത്. ഇനി V2 ആണ് നിങ്ങൾക്ക് ഇഫ് ക്ലോസിൽ തന്നതെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1 എന്നുള്ള ഫോമാറ്റിൽ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഹാഡ് പ്ലസ് V3 ആണ് നിങ്ങൾക്ക് ഇഫ് ക്ലോസിൽ തന്നതെങ്കിൽ മെയിൻ ക്ലോസിൽ നിങ്ങൾക്ക് വുഡ് ഹാവ് പ്ലസ് V3 വരും. നോക്കൂ, ഇതിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈപ്പ് എന്ന് പറയുന്നത് 3ാമത്തെ ടൈപ്പാണ്. എക്സാമിന് മിക്കവാറും ഇങ്ങനൊരു ചോദ്യമാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. ഞാൻ അതിനെ കുറച്ചുകൂടെ ക്ലാരിറ്റി തരാം. ഞാൻ മലയാളത്തിൽ ഒരു കണ്ടീഷണൽ സെൻറ്റൻസ് പറയുന്നു. എനിക്ക് ഒരുപാട് പണം കിട്ടിയാൽ ഞാനൊരു കാറ് വാങ്ങും. നോക്കൂ, എനിക്ക് ഒരുപാട് പണം കിട്ടിയാൽ എന്നുള്ളതാണ് ഇഫ് ക്ലോസ്, ഞാനൊരു കാറ് വാങ്ങും എന്നുള്ളത് മെയിൻ ക്ലോസ്. സോ ഈ കണ്ടീഷണൽ സെൻറ്റൻസ് ഉപയോഗിച്ച് എനിക്ക് 3 രീതിയിൽ ഇത് പറയാം. ഒന്നാമത്തത്, എനിക്ക് ഒരുപാട് പണം കിട്ടാനും ഞാൻ കാറ് വാങ്ങാനുമുള്ള സാധ്യതയുണ്ട്, പ്രോബബിലിറ്റി ഉണ്ട്. അങ്ങനെ നടക്കാൻ സാധ്യതയുള്ള കേസിൽ ഞാൻ ഇങ്ങനെ പറയും, ഇഫ് ഐ ഗെറ്റ് പ്ലെൻറ്റി ഓഫ് മണി ഐ വിൽ ബൈ എ കാർ. ശ്രദ്ധിക്കുക, ഇവിടെ ഇഫ് ക്ലോസിലുള്ള വേർബ് ഏതാണ്? ഗെറ്റ് ആണ്, V1 ആണ്. മെയിൻ ക്ലോസിലോ വിൽ പ്ലസ് V1 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ V1 ആയതുകൊണ്ട് ഞാനിവിടെ എന്ത് ഉപയോഗിക്കുന്നു? വിൽ പ്ലസ് V1 ഉപയോഗിക്കുന്നു. ഇനി ഇഫ് ഐ ഗെറ്റ് പ്ലെൻറ്റി ഓഫ് മണി, എനിക്ക് ഒരുപാട് പൈസ കിട്ടിയാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് മലയാളത്തിൽ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ചോദ്യത്തിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചതുകൊണ്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയാണ്, സ്നേക്ക് ആൻഡ് ബെറിൽ ഹോമിയോപ്പതി പറയാണ്, ഇഫ് ഐ ഹാഡ് മൂവ്ഡ് എ ലിറ്റിൽ, ഞാനൊന്ന് അനങ്ങിയിരുന്നെങ്കിൽ, ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നിങ്ങൾക്കറിയാം, ഞാനൊന്ന് അനങ്ങിയിരുന്നെങ്കിൽ ആ പാമ്പ് ഒന്ന് ഉമ്മ വെക്കുമായിരുന്നു എന്നാണോ? അല്ലല്ലോ, ആ പാമ്പ് എന്നെ കൊത്തുമായിരുന്നു, അല്ലെങ്കിൽ ആ പാമ്പെന്നെ ആക്രമിക്കുമായിരുന്നു. അപ്പോൾ സിമ്പിളാണ്. അയാൾ പറയുന്നത് ഇഫ് ഐ ഹാഡ് മൂവ്ഡ് എ ലിറ്റിൽ എന്നാണ്. സോ അവിടെ ഹാഡ് പ്ലസ് V3 ആണ്. അപ്പോൾ അപ്പുറത്ത് എന്ത് ചെയ്യുക? വുഡ് ഹാവ് പ്ലസ് V3 വെച്ചിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഒരു ആൻസർ എഴുതാം. ലെറ്റ്സ് കണ്ടിന്യൂ. എനിക്ക് ഒരുപാട് പണം കിട്ടിയാൽ ഞാനൊരു കാർ വാങ്ങും. രണ്ടാമത്തെ കേസ്, സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്, ഇംപ്രോബബിൾ കണ്ടീഷനാണ്. സാധ്യത വളരെ കുറവാണെന്ന് തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനത്തെ കേസിൽ നമ്മൾ എന്താ പറയാന്നറിയോ? ഇഫ് ഐ ഗെറ്റ് എന്നുള്ളത് എന്താവും? ഗോട്ട് എന്നാവും. ഇഫ് ഐ ഗോട്ട് പ്ലെൻറ്റി ഓഫ് മണി ഐ വിൽ ബൈ എ കാർ എന്നുള്ളത് എന്താവും? ഐ വുഡ് ബൈ എ കാർ എന്നാവും. നിങ്ങൾക്ക് ചേഞ്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഫ് ക്ലോസിൽ V2 ആവുമ്പോൾ മെയിൻ ക്ലോസിൽ എന്ത് വരും? മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1 വരും. വുഡ് പ്ലസ് എന്ത് വരും? V1 വരും. അടുത്തത്, സംഭവിക്കാൻ സാധ്യതയില്ല. എനിക്ക് പണം കിട്ടാനും ഞാൻ കാർ വാങ്ങാനും ഒരു സാധ്യതയുമില്ല, അതിൻ്റെ സാധ്യതകളൊക്കെ അടഞ്ഞിട്ടുണ്ട്. അത്തരം കണ്ടീഷൻസിന് നമ്മൾ ഇംഗ്ലീഷിൽ ഇംപോസിബിൾ കണ്ടീഷൻ എന്ന് പറയും. അത് എഴുതാനുള്ള ഫോമാറ്റ് ഇതാണ്, ഇഫ് ഐ ഹാഡ് ഗോട്ട്, അല്ലെങ്കിൽ നമുക്ക് ഗോട്ട് എന്നും പറയാം. V3 ആണ് ഗോട്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇഫ് ഐ ഹാഡ് ഗോട്ട് പ്ലെൻറ്റി ഓഫ് മണി, കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ, കിട്ടിയിട്ടില്ല, ഞാൻ വാങ്ങുമായിരുന്നു. ഐ വുഡ് ഹാവ്. ഇത്രയും നേരം നമുക്ക് ബൈയുടെ V1 മതിയായിരുന്നു. എന്നാൽ ബൈയുടെ V3 എന്താ? ബൈ ബോട്ട്. സോ
I would have bought a car. So നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ എന്താ ഉള്ളത്? had plus V3 ആണുള്ളത്. ഇഫ് ക്ലോസിൽ മെയിൻ ക്ലോസിൽ would have plus V3 ആവുന്നു. ഇത്രേ ഉള്ളൂ പരിപാടി. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സാമിന് ചോദ്യം വരിക? അതും കൂടെ നമുക്ക് പഠിക്കേണ്ടത്. നിങ്ങൾക്ക് ചുമ്മാ റൂൾ പഠിപ്പിച്ചതിൻ്റെ കാര്യമില്ലല്ലോ. ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ മാരത്തോണിൽ ചെയ്യും. സോ ഉറപ്പായിട്ട് നിങ്ങളത് മിസ് ചെയ്യരുത്. നോക്കൂ, ഫ്രണ്ട് ചോദിക്കുകയാണ് വാട്ട് ഇറ്റ് ഡിഡ്ന്റ് ബൈറ്റ് യു. എന്ത് അത് നിന്നെ കടിച്ചില്ലേ, പാമ്പ് നിന്നെ കടിച്ചില്ലേ എന്നാണ് ഫ്രണ്ട് ചോദിക്കുന്നത്. അപ്പോൾ ഹോമിയോപ്പതി പറയാണ് ഇഫ് ഐ ഹാഡ് മൂവ്ഡ് എ ലിറ്റിൽ. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് തന്നത് ഇഫ് ക്ലോസ് ആണ്. ഇഫ് ക്ലോസിലെ വേർബ് ഏതാണ്? ഇഫ് ക്ലോസിലെ വേർബ് ഹാഡ് പ്ലസ് V3 ആണ്. സോ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, ഹാഡ് പ്ലസ് V3 വന്നാൽ ഇവിടെ എന്ത് വരണം? വുഡ് ഹാവ് പ്ലസ് V3 വരണം. നോക്കിയേ നിങ്ങൾ, ഇഫ് ഐ ഹാഡ് മൂവ്ഡ് എ ലിറ്റിൽ, ഞാൻ കുറച്ചൊന്ന് അനങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ പാമ്പ് എന്നെ കടിക്കുമായിരുന്നു, അല്ലെങ്കിൽ അതെന്നെ കടിക്കുമായിരുന്നു. നിങ്ങൾക്ക് ഇറ്റുന്നോ ദ സ്നേക്കെന്നോ എഴുതാം, കുഴപ്പമില്ല. ദ സ്നേക്ക്. ഇനി എന്താ നമുക്ക് ഫോമാറ്റ്? വുഡ് ഹാവ് പ്ലസ് V3. വുഡ് ഹാവ് അതുപോലെ എഴുതുക, വുഡ് ഹാവ്. ഇനി കടിക്കുക എന്നുള്ളതിൻ്റെ V3 എന്താ? ബൈറ്റ്, ബിറ്റ്, ബിറ്റൺ. ഇനി ബിറ്റൺ അറിയില്ലെങ്കിൽ നിങ്ങൾ വേറെ വേർഡ് നോക്കൂ, അതെന്നെ ആക്രമിക്കുമായിരുന്നു. ഇറ്റ് വുഡ് ഹാവ് അറ്റാക്ക്ഡ് മീ. ഇറ്റ് വുഡ് ഹാവ് അറ്റാക്ക്ഡ് മീ. ഇറ്റ് വുഡ് ഹാവ് അറ്റാക്ക്ഡ് മീ, അല്ലെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബിറ്റൺ മീ. എന്തായാലും കറക്റ്റ് ആണ്. ഹാഡ് പ്ലസ് V3, വുഡ് ഹാവ് പ്ലസ് V3 ആയാൽ മതി. ഓക്കെ, അടുത്തത് മറ്റൊരു ചോദ്യം. ഗ്രാൻഡ് ഫാദർ ഇഫ് ദ മംഗൂസ് ഹാഡ് ഇൻ കിൽ ദ കോബ്ര. ശ്രദ്ധിച്ചോളാം, ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2022 അല്ലെങ്കിൽ 2023 ആനുവൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഇഫ് ദ മംഗൂസ് ഹാഡ് ഇൻ കിൽ ദ കോബ്ര, മംഗൂസ് കോബ്രയെ കൊന്നില്ലായിരുന്നുവെങ്കിൽ. അവിടെ നോക്കുക, ഇവിടെ നിങ്ങൾ കൺഫ്യൂഷൻ വരരുത്. ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഹാഡ് ഉണ്ട്, നോട്ട് ഉണ്ട്, V3 ഉണ്ട്. ഹാഡ് പ്ലസ് നോട്ട് പ്ലസ് V3. സോ ഹാഡ് പ്ലസ് V3 ആണ്. അവിടെ ഒരു നോട്ട് ഉണ്ടെങ്കിലും ഫോർമാറ്റ് എന്താണ്? ഹാഡ് പ്ലസ് V3 ആണ്. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് മാറ്റർ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പുറത്തെ സൈഡിൽ വുഡ് ഹാവ് പ്ലസ് V3 എഴുതണം. അപ്പോൾ നമ്മൾ ആലോചിക്കുന്നു, മംഗൂസ് കോബ്രയെ കൊന്നില്ലായിരുന്നെങ്കിൽ മംഗൂസ് നമ്മളെ ആക്രമിക്കുമായിരുന്നു. അത് തന്നെയല്ലേ കോണ്ടെക്സ്റ്റ്? കോബ്ര നമ്മളെ ആക്രമിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് പറയുന്നു? ഇറ്റ് വുഡ് ഹാവ് അറ്റാക്ക്ഡ് us, നമ്മളെ ഉപദ്രവിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഇറ്റ് വുഡ് ആക്രമിക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഇവിടെ ഒരു കീ പോയിന്റ് ഇതാണ്. ഇവിടെ ഹാഡിൻ്റെ കൂടെ നോട്ട് ഉണ്ടായതുകൊണ്ട് ഇവിടെ വുഡിൻ്റെ കൂടെ നോട്ട് ചേർത്ത് വുഡിൻ്റെ ആക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആക്കിയാൽ മതി, അല്ലെങ്കിൽ വുഡ് ഹാവ് പ്ലസ് V3. കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ ആൻസർ സെഹ്റ പറയാണ്, ഇഫ് യു ഡോണ്ട് ബ്രിങ് മൈ ഷൂസ്, നീ എൻ്റെ ഷൂസ് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഞാൻ എന്തോ ചെയ്യും. എന്താണ് ചെയ്യുക? അപ്പോൾ അലി പറയാണ്, പ്ലീസ് ഡോണ്ട് ടെൽ ഫാദർ, ഫാദറിനോട് പറയരുത്. അപ്പോൾ എന്തായിരിക്കും സെഹ്റ പറഞ്ഞിട്ടുണ്ടാവുക? ഇഫ് യു ഡോണ്ട് ബ്രിങ് മൈ ഷൂസ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, കൺഫ്യൂഷൻ ആവരുത്. ഞാനൊരു ക്ലൂ തരാം. ഇവിടെ ഡോണ്ട് ബ്രിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഡു പ്ലസ് ബ്രിങ് ആണ്. ഈസ് ഈക്വൽ ടു ബ്രിങ് ആണ്. ഏത് വേർബിൻ്റെ ബേസ് ഫോമിൻ്റെ കൂടെയും ഡു ചേർത്താൽ അതേ വേർബാണ് കിട്ടുക, അല്ലെങ്കിൽ V1 ആണ് കിട്ടുക. സോ ഇപ്പോൾ ഇവിടെ V1 ആണ് വന്നത്. ഇനി എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ തീരുമാനിക്കുക. സോ ഉറപ്പായും കമന്റ് ബോക്സിൽ നിങ്ങൾ ആൻസർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. സോ ദിസ് ഇസ് നാസർ ഫാറുദ്ദീൻ സൈനിങ് ഓഫ് ഫ്രം സൈലം ലേണിംഗ്. ഹാപ്പി ലേണിംഗ് എവറിബഡി.